ഉൽപ്പത്തി പുസ്തകം 26 സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനായി ഭാര്യ തന്റെ സഹോദരിയാണെന്ന് അവകാശപ്പെടുന്ന പിതാവിന്റെ മാതൃകയാണ് ഇസഹാക്ക് പിന്തുടരുന്നത്. അച്ഛൻ എങ്ങനെയോ മകനും അങ്ങനെ എന്ന ചൊല്ല് പലപ്പോഴും സത്യമാണ്. ഇത് ചെയ്യാൻ അബ്രഹാം ഇസഹാക്കിനെ പഠിപ്പിക്കാൻ ഇടയില്ലെന്നാണ് ഞാൻ കരുതുന്നത്. അബ്രഹാം സ്വന്തം സഹോദരിയാണെന്ന് സാറായെ കുറിച്ച് അവകാശപ്പെട്ടു. അത് വ്യക്തമായും ഒരു തെറ്റായിരുന്നു. അത് ഏറെക്കുറെ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചു. ഇസഹാക്ക് ജനിക്കുന്നതിന് മുമ്പാണ് അവ സംഭവിക്കുന്നത്. ചെയ്യരുതാത്ത കാര്യം എന്നതിന്റെ ഒരു മാതൃകയായി ഇസഹാക്കിന് ഇത് അറിയാമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇസഹാക്ക് അതേ തെറ്റ് ചെയ്തത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് ഏറ്റവും സാധ്യതയുള്ള ഉത്തരമായി തോന്നുന്നത് അക്കാലത്ത് ഇതൊരു സാധാരണ സാംസ്കാരിക സമ്പ്രദായമായിരുന്നു എന്നതാണ്. ഒരുപക്ഷെ ഭർത്താക്കന്മാർ ഇടയ്ക്കിടെ ഭാര്യമാരെ അവരുടെ സഹോദരിമാർ എന്ന് സ്വയ സംരക്ഷണത്തിനായി പരാമർശിക്കാറുണ്ടാവും. ചുരുങ്ങിയത് വായിച്ച ഭാഗം തീർച്ചയായും ഒരു പൊതു സാംസ്കാരിക പരിശീലനമായിരുന്നു. എന്നിരുന്നാലും അതേസമയം ഈ നുണ ആഴത്തിലുള്ള സ്വഭാവ വൈകല്യത്തെ വെളിപ്പെടുത്തുന്നു. എന്ത്? അവർ കഷ്ടപ്പെടാതിരിക്കാൻ ഭാര്യമാരെ കഷ്ടപ്പെടുത്താൻ തയ്യാറായിരുന്നു. അവർ സുരക്ഷിതരായിരിക്കാൻ ഭാര്യമാരെ അപകടത്തിലാക്കാൻ അവർ തയ്യാറായിരുന്നു. ഇവിടെ നിലവിലുള്ളതോ അല്ലെങ്കിൽ വിവാഹിതരാകാൻ സാധ്യതയുള്ളതോ ആയ എല്ലാ ഭർത്താക്കന്മാരോടുമായി നാം ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ കുടുംബത്തിന്റെ തലവൻ എന്ന നിലയിൽ നിങ്ങളുടെ ഭാര്യ അല്ല അപകട സാധ്യതയോ അപകടവും ഏറ്റെടുക്കേണ്ടത്. അത് നിങ്ങളാണ്. നിങ്ങളുടെ സ്വന്തം കഴുത്ത്, പ്രശസ്തി, സുരക്ഷ എന്നിവ ഈ നിരയിൽ വെക്കുക. ഭാര്യയുടേതല്ല. ക്രിസ്തുയേശുവിലൂടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.